വേനൽ മഴയിൽ കനത്ത നാശനഷ്ടമുണ്ടായ പത്തനംതിട്ട മഞ്ഞത്തോടിലുള്ള വനവാസിയൂരിലെ ദുരിതബാധിത കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനം. കൈക്കുഞ്ഞുമായി വനത്തിനുള്ളിൽ കഴിഞ്ഞ കുടുംബത്തെയാണ് ഒടുവിൽ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനമായത്. വനത്തിനുള്ളിലുണ്ടായിരുന്ന കൂര കഴിഞ്ഞ ദിവസമുണ്ടായ വേനൽ മഴയിൽ നിലംപതിച്ചതോടെ അന്തിയുറങ്ങാൻ വീടില്ലാതെ കൈക്കുഞ്ഞുമായി വനത്തിനുള്ളിൽ കഴിയേണ്ടി വന്ന തങ്കിയെയും കുടുംബത്തെയുമാണ് കളക്ടർ ഇടപെട്ട് മാറ്റിപ്പാർപ്പിച്ചത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവരുടെ കൂര തകർന്നു വീണത്. തലനാരിഴയ്ക്കായിരുന്നു തങ്കിയും കുടുംബവും രക്ഷപ്പെട്ടത്. കൂര നിലംപൊത്തിയതോടെ വന്യമൃഗങ്ങളെ ഭയന്ന് കൈക്കുഞ്ഞുമായാണ് കുടുംബം പുറത്തു കഴിഞ്ഞിരുന്നത്. ട്രൈബൽ പ്രൊമോട്ടർ സ്ഥലം സന്ദർശിച്ചതല്ലാതെ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല. സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം തൊട്ടടുത്ത അംഗൻവാടിയിൽ താമസ സൗകര്യവും ടാർപോളിനുകളും നൽകി. നിലവിൽ നിർമ്മാണം അനിശ്ചിതത്വത്തിലായ ഇവരുടെ വീടിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകി. നമ്മളിവിടെ വന്നപ്പോൾ ഇവരോട് നമ്മൾ പറഞ്ഞത് വേണമെങ്കിൽ ഇവർക്ക് മഹിളാ മന്ദിരത്തിൽ താമസം അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പം അവർ തൽക്കാലം അടുത്തുള്ള അംഗനവാടിയിൽ തന്നെ താമസം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് 2 ടാർപോളിൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിപ്പം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ 4-5 വീടുകൾ പണിയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വീടിന് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് നാളെ തന്നെ അതിൻ്റെ പണി തുടങ്ങും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ഇവരെ അങ്ങോട്ട് മാറ്റാനാണ് നോക്കുന്നത്. പിന്നെ ഇവർ റേഷൻ്റെ കാര്യം പറഞ്ഞു, അതും എല്ലാം നമ്മൾ കൊണ്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ചെറിയ ആവശ്യങ്ങളുണ്ട്. കുടിവെള്ളത്തിൻ്റെ ആവശ്യം, അതേപോലെ തന്നെ ഇവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, കുടിവെള്ളം ഉണ്ടായിരുന്നു, അപ്പം കിട്ടുന്നുണ്ട്. അപ്പം നിന്ന് പോയി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റേഷൻ കാർഡ്, അങ്ങനത്തെ ചെറിയ ആവശ്യങ്ങൾ. പക്ഷേ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ. കളക്ടറുടെ നടപടികളിൽ സന്തോഷമുണ്ടെന്ന് ഗ്രഹനാഥൻ ബാലചന്ദ്രൻ പറഞ്ഞു. സാറ്, പിന്നെ TDO സാറ്, പഞ്ചായത്ത് മെമ്പർ, പ്രൊമോട്ടർമാർ, അങ്ങനെ എല്ലാവരും വന്ന് സഹായമൊക്കെ ചെയ്യും. കുറച്ചും കൂടെ കിട്ടാനുണ്ട്. അത് ഇന്ന് കഴിയുമ്പോഴത്തേന് എന്തൊക്കെയാണ് അവർ ചെയ്തു തരാന്ന് പറഞ്ഞത്? അതിന് പിന്നെ നമുക്ക് മാറി താമസിക്കും. ഇപ്പം ഇത് വീട് പൊളിഞ്ഞ് കിടക്കുക. അപ്പം വൈകിട്ട് മഴയൊക്കെ കാണും. മാറി താമസിക്കാനുള്ള വെളിയിൽ നിന്ന് ഒരു സ്ഥലം പറഞ്ഞ് ഞങ്ങൾ അവിടെ പോകാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ അംഗൻവാടിയുണ്ട്, അംഗൻവാടിയിലോട്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ വേനൽ മഴയിലും കാറ്റിലും മഞ്ഞത്തോട്, അട്ടത്തോട് ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ജനം, പത്തനംതിട്ട.